ഹായ്. ഇപ്പോൾ ഒരു ട്രേഡ് ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രേഡിൻ്റെ അനാലിസിസാണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ലൈവ് ട്രേഡായിരുന്നു. ഗ്രൂപ്പിനുള്ളിൽ ഓൾമോസ്റ്റ് അതിൻ്റെ പൊസിഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ട്രേഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, സെൻസെക്സ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നപ്പോൾ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ആ ലെവലിലെത്തിയപ്പോഴേക്കും മാർക്കറ്റിലൊന്ന് ഷോർട്ട് ചെയ്ത പൊസിഷൻ എന്ന് പറയുന്നത് സെൻസെക്സിൻ്റെ 82,300 ആണ്. എടുത്തത് 260 റേഞ്ചിലായിരുന്നു. ഓക്കെ, ഒരിക്കലും താഴെ പോയി തിരിച്ച് വന്നപ്പോൾ ഈ പ്രൈസിൽ തിരിച്ചെടുത്തതാണ്. ഞാൻ എക്സിറ്റ് ചെയ്തത് ഈ ഒരു 340 റേഞ്ചിലാണ്. 330 സംതിങ്ങിൽ എൻ്റെ പൊസിഷൻ ഒഴിവായിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറുന്നുണ്ട്. ബിക്കോസ് അതിന് ഇനിയും ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഫർദറായിട്ടുള്ള വീഴ്ചയുണ്ട്. ആസ് എ സ്കാൽപ്പർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടാർഗറ്റ് കിട്ടി. 80 പോയിൻറ്റ്സ് കിട്ടിയപ്പോഴേക്കും ഞാനത് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തതാണ്. ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ ഒന്നുകിൽ ഇവിടെ തട്ടി നിന്നേക്കാം. ഈ ഒരു സപ്പോർട്ടിൽ നിന്നിട്ട് ഇനിയും ടൈം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ സൈഡ് വേസ് പോയാൽ ഈ പൊസിഷൻ ഈ എടുക്കുന്ന ലാഭം പോക്കറ്റിൽ കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഇതിനെ പ്രോഫിറ്റിലാക്കി തന്നെ എടുത്തു. സാധാരണ ഒരുപാട് ലോട്ട്സ് എടുക്കുമ്പോഴേക്കും ഇതിനെ ഹോൾഡ് ചെയ്യാറുണ്ട്, പാർഷ്യലി ബുക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാറുണ്ട്. ഇവിടെ കുറച്ച് ലോട്ട്സ് ഫുൾ ക്വാണ്ടിറ്റിക്ക് എടുക്കാൻ സാധിച്ചില്ല. അത് കാരണം ബിക്കോസ് ഇതൊരു റിസ്ക്കി ആയിട്ടുള്ളൊരു ട്രേഡാണ്. അപ്പോൾ ആ സമയത്ത് ഫുൾ ക്വാണ്ടിറ്റി എടുക്കാത്തത് കാരണം കംപ്ലീറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ലാഭം പോക്കറ്റിൽ എടുക്കാൻ പറ്റുക. സോ ആ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിലെത്തിയപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ മേളിൽ ക്ലോസിങ് കിട്ടാൻ പാടാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിഫ്റ്റി ഇത് രാവിലെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നൽകിയ അനാലിസിസാണ്. ഓൾറെഡി ഗ്രൂപ്പിനകത്ത് ലൈവ് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈനിൽ ഹിറ്റ് ചെയ്തപ്പോഴേക്കും ഒന്ന് ഷോർട്ട് ചെയ്തു. ഈ ട്രെൻഡ് ലൈനിൻ്റെ മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 പോയിൻ്റ് മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷൻ എക്സിറ്റ് ആയി പോകും. SL എന്ന് പറയുന്നത് ഒരു 20 പോയിൻറ്റിനകത്തുള്ള SL ആയിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് വന്നു. എൻ്റെ ടാർഗറ്റ് ഇത് തന്നെയായിരുന്നു. 25-160 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ 60 വേണമെന്ന് പോലും നിർബന്ധമില്ല. 180ക്ക് താഴെ കിട്ടിയാൽ പ്രീമിയത്തിനകത്ത് ഒരു 80 പോയിൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു 80 പോയിൻറ്റ് ക്യാച്ച് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് കളഞ്ഞു. സോ ഇത് ഗ്രൂപ്പിനകത്ത് റൈറ്റ് നൗ ആ ഗ്രൂപ്പിനുള്ളിൽ അതിനൊരു അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ട്രേഡല്ല, അലേർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അലേർട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 82-300 മേളിൽ 290ക്ക് മേളിൽ വന്നു കഴിഞ്ഞാൽ ഒരു 20 പോയിൻറ്റ് SL വെച്ചിട്ട് ഇതിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. 290 എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് കൃത്യമായിട്ട് ആക്ച്വലി ആ ഒരു ട്രേഡിൻ്റെ കറക്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, 290. ഇതിനൊരു 20 പോയിൻറ്റ് ഒരു 270 എന്ന് പറയുന്നതാണ് അതിൻ്റെ SL. ഓക്കെ, 270 അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് എത്ര വേണമെങ്കിലും ട്രയൽ ചെയ്യാം. ഒരു 340 എങ്കിലും കിട്ടണം, 50 പോയിൻ്റെങ്കിലും നമുക്ക് കിട്ടണം. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 1:4 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. 1:3 കിട്ടിയാലും വളരെ ഹാപ്പി, അത്രയേ ഉള്ളൂ. സോ ഇനി ഇതിന് കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ഒരു അനാലിസിസിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ്. സോ എടുക്കുന്ന ട്രേഡ് ആക്ച്വലി ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡ് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇന്നലെ ഒരു ക്യാൻഡലിൽ ഒരു ലോസ് മേക്കിംഗ് ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ അത് സിംഗിൾ ക്യാൻഡലിലാണ് അത് വന്ന് SL ഹിറ്റ് ചെയ്തത്. ബിക്കോസ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതിൽ ഒരു അപ് ട്രെൻഡ് കയറി വരുന്ന ഈ ഒരു ക്യാൻഡലിൽ ഒരു ട്രേഡ് എടുത്തിരുന്നു. അതിനൊരു ക്ലോസിങ് ആക്ച്വലി അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഈ ഒരു ക്യാൻഡലിലായിരിക്കും. ഈ ഒരു ക്യാൻഡലിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി ഇത് ഒന്ന് ക്ലോസ് ചെയ്തു എന്ന് വിചാരിച്ച് അതിനകത്തൊരു പൊസിഷൻ എടുത്തു. സിംഗിൾ ക്യാൻഡലിൽ അത് തിരിച്ചു വന്ന് SL ഹിറ്റ് ചെയ്തപ്പോഴേക്കും ആ പൊസിഷൻ കളയേണ്ടി വന്നു എന്നുള്ളതാണ് അവിടെ ലാസ്റ്റ് ട്രേഡ് അതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. എപ്പോഴും ലാഭമുള്ള ഒരു പൊസിഷൻ മാത്രമല്ല ഇടാനുള്ളത്, നഷ്ടമുള്ള പൊസിഷനും എടുക്കണം. പക്ഷേ ഇത് സിംഗിൾ ക്യാൻഡലിൽ വന്നത് കാരണം അത് SL വരുന്നതിന് മുന്നേ തന്നെ എല്ലാം കഴിഞ്ഞു പോയതിനെ പിന്നെ അവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കാരണമാണ് നടന്നുകൊണ്ടിരുന്നപ്പോൾ റെക്കോർഡിങ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ്. ഇതൊരു കപ്പ്, ഇതൊരു ഹാൻഡിൽ. അപ്പോൾ ഹാൻഡിലിൻ്റെ അടുത്ത് ഈ ഒരു ട്രെൻഡ് ലൈനിലെത്തിയപ്പോൾ ഷോർട്ട് ചെയ്തു. ഒറ്റ പരിപാടിയേ ഉള്ളൂ ഇതിനകത്ത്.
ഈ ട്രേഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് നിഫ്റ്റി കണ്ടിട്ട് മാത്രം എടുത്തൊരു ട്രേഡാണ്. ഷോർട്ട് ചെയ്തത് ഇത് ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്തു. ഇതിന് മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ബഫറിംഗ് ഉണ്ട്. 250 മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തീർന്നു ആ ഒരു ട്രേഡ്. ഇതിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത് 25,170 റേഞ്ചിലായിരുന്നു. ടാർജറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്തു. പ്രീമിയം നന്നായിട്ട് കയറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച 340 350 ആണെങ്കിൽ 370ഓളം അത് പോയിട്ടുണ്ട്. ഐ തിങ്ക് 370 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ ഇന്നത്തെ ലൈവ് ട്രേഡിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ വേറെയും ലെവൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.